സ്വർണ്ണവില വീണ്ടും അപ്രതീക്ഷിത ഇടിവിലേക്ക്. ഒരുപക്ഷേ സ്വർണ്ണവില 50,000-ത്തിലേക്കും താഴ്ന്നേക്കാം. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനത്തോടുകൂടി സ്വർണ്ണവില അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റത്തിലായിരുന്നു വ്യാപാരം നടന്നത്. എന്നാൽ ജൂൺ ആദ്യവാരമായിട്ടും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതിൽ യാതൊരു പരിഗണനയും നൽകുന്നില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഒരുപക്ഷേ സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞേക്കും. ഔൺസ് ഡോളറിന്റെ കണക്ക് ഇന്ന് രാവിലെയോടുകൂടി 2300 കൂപ്പുകുത്തിയെങ്കിലും ഉച്ചയോടുകൂടി 2310 ഇന്ത്യൻ മാർക്കറ്റ് MCX 71,330 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവിലയിൽ ഇന്ന് അപ്രതീക്ഷിത ഇടിവ് നേരിട്ടെങ്കിലും വിപണിയിൽ വലിയ തോതിലുള്ള ഇടിവൊന്നും നേരിടുന്നില്ല. ഒരുപക്ഷേ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ഇടിവ് നേരിട്ടേക്കാമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഇന്ന് 14/6/2024 ഗ്രാമിന് 6590, 8 ഗ്രാം ഒരു പവന് 52,720 ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഇന്ന് മാത്രം സ്വർണ്ണവില ഒരു പവന് 200 രൂപയുടെ കുറവാണ് സംഭവിച്ചത്. അതേസമയം 24K തങ്കവിലയിൽ വലിയ തോതിലുള്ള ഇടിവൊന്നും നേരിടുന്നില്ലെങ്കിലും ഒരു പവന് ഇന്ന് വിൽക്കുകയാണെങ്കിൽ 700 മുതൽ 800 രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം. 7120 തൃശ്ശൂരിൽ 25 എന്ന നിലയിലാണ് തങ്കവിലയിൽ വ്യാപാരം നടക്കുന്നത്. വെള്ളിവില 1 രൂപ കുറഞ്ഞ് ഗ്രാമിന് 94, 10 ഗ്രാമിന് 940 വ്യാപാരം നടക്കുന്നത്. കൃത്യമായ നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.